ധനരാജ് വധക്കേസിൽ ടി.ഐ. മധുസൂദനെതിരെ ബി.ജെ.പി. മധുസൂദനുമായി തെറ്റിയതിനു ശേഷമാണ് ധനരാജ് കൊല്ലപ്പെട്ടതെന്ന് ബി.ജെ.പി. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ. വിനോദ് കുമാർ ആരോപിച്ചു. പോലീസ് കൃത്യമായി കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ പ്രതിസ്ഥാനത്ത് ആർ.എസ്.എസ്. പ്രവർത്തകർ ഉണ്ടാകുമായിരുന്നില്ലെന്നും ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. ധനരാജും മധുസൂദനും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. മനസ്സാക്ഷി സൂക്ഷിപ്പുകാരാണ് ധനരാജ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ധനരാജിന്റെ കൊലപാതകം, ആ കൊലപാതകത്തിൽ ബി.ജെ.പിക്ക് പങ്കില്ലെന്ന്, ആർ.എസ്.എസിന് പങ്കില്ലെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. പ്രതികളാക്കപ്പെട്ടത് ആർ.എസ്.എസിന്റെ ബി.ജെ.പിയുടെ പ്രവർത്തകന്മാരാണ്. അദ്ദേഹം കൊല്ലപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ച് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കൂ. ധനരാജും മധുസൂദനും തമ്മിൽ അവർ തമ്മിലുള്ള ബന്ധം തകർന്നതിന് ശേഷമാണ് ധനരാജ് കൊല്ലപ്പെടുന്നത്. അന്ന് ഞങ്ങൾക്ക് ആ സംഭവത്തിൽ പങ്കില്ലെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. അഭിജിത്ത് മുഴക്കുന്നിലേക്കാണ് വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഈ വിഷയത്തിൽ ഇതിപ്പോൾ പയ്യന്നൂരിലെ വിഷയം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയ ഒരു വിഷയമാണ്. അത് അവർ വലിയ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇന്നിപ്പോൾ ബി.ജെ.പി. ഉന്നയിക്കുന്ന ആരോപണം മധുസൂദനുമായി തെറ്റിയതിനു ശേഷമാണ് ധനരാജ് കൊല്ലപ്പെട്ടതെന്നുള്ള കാര്യം. ഇതിന്റെ കഴമ്പ് എന്താണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കുഞ്ഞികൃഷ്ണന്റെ തുറന്നുപറച്ചിലൂടെ ധനരാജ് വധക്കേസും ചർച്ചയാവുകയാണ്. ധനരാജ് 2016 ശ്രുതി കൊല്ലപ്പെടുന്നത്. പയ്യന്നൂരിലെ CPM പ്രവർത്തകനായിരുന്നു. അവിടെ പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളിലൊക്കെ ഏറ്റവും സജീവമായി പങ്കെടുത്തിരുന്ന ആളായിരുന്നു ധനരാജ്. 2016 ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തി. അതിൽ BJP RSS പ്രവർത്തകരായിരുന്നു പ്രതി ചേർത്തിരുന്നത്. ഈ ധനരാജ് കൊല്ലപ്പെട്ട അന്ന് തന്നെ BMS പ്രവർത്തകനായ CK രാമചന്ദ്രനെ കൊലപ്പെടുത്തിയിരുന്നു. അതായത് ഒരു ദിവസം തന്നെ 2 കൊലപാതകങ്ങൾ നടന്ന ദിവസമായിരുന്നു അന്ന്. പിന്നീട് ഇതേ ധനരാജിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ചൂരക്കാട് ബിജു എന്ന RSS പ്രവർത്തകനും കൊല്ലപ്പെട്ടു. അങ്ങനെ വലിയ വിവാദമായ ധനരാജ് കൊലപാതകം, അതിന്റെ ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ ഒരു ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ BJP ടി.ഐ. മധുസൂദനെതിരെ തന്നെ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, BJP ജില്ലാ പ്രസിഡന്റാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ധനരാജ് കൊല്ലപ്പെടുന്നത് ടി.ഐ. മധുസൂദനുമായി തെറ്റിയതിനു ശേഷമാണ്. അങ്ങനെ ഒരു സംശയ നിഴലിൽ മധുസൂദൻ MLA നിർത്തുന്ന പ്രതികരണമാണ് നിലവിലിപ്പോൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കൃത്യമായ രീതിയിൽ പോലീസ് അന്വേഷണം നടത്തിയില്ല. അങ്ങനെ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തേണ്ടിയിരുന്നത് BJP RSS പ്രവർത്തകരല്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. 20 പേരാണ് ശ്രുതി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ധനരാജിന്റെ കൊലപാതകത്തിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നത്. നിലവിൽ ഈ ധനരാജ് കൊലപാതക കേസിലെ വിചാരണ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഈ ചർച്ച, ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട ചർച്ച ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. അതേസമയം തന്നെ ഈ കൊലപാതകവും BJP ചർച്ചയാക്കുകയാണ്. തങ്ങളല്ല ഈ പ്രതിസ്ഥാനത്ത് വരേണ്ടിയിരുന്നത് എന്നുള്ളതാണ് BJP ഇപ്പോൾ ഒരു അവകാശവാദവുമായി മുന്നോട്ടെത്തിയിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഇപ്പോൾ 20 BJP RSS പ്രവർത്തകരാണ് പ്രതികൾ. ആ വിചാരണ ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങിയതാണ് ഇതിപ്പോൾ. ധനരാജ് വധക്കേസിൽ ടി.ഐ. മധുസൂദനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് BJP ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്താകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.